അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 2-ാം സങ്കീർത്തനമാണ്. മശിഹായെക്കുറിച്ചുള്ള സങ്കീർത്തനമാണ് 2-ാം സങ്കീർത്തനം. സമാധാനമില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും നാം കേൾക്കുന്നുണ്ട്. ജാതികൾ തമ്മിലുള്ള കലഹങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് 2-ാം സങ്കീർത്തനം വിവരിക്കുന്നത്. 2-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ജാതികളുടെ കലഹവും വംശങ്ങളുടെ വ്യർത്ഥമായ നിരൂപണവും നമുക്ക് കാണുവാൻ കഴിയും. ജനങ്ങളും ഭരിക്കുന്നവരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഏകസ്വരത്തോടെ മത്സരിക്കുന്നതും കലഹിക്കുന്നതും സൃഷ്ടാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും തന്നെയാണ്. അവരുടെ പ്രവൃത്തികൾ ദൈവത്തിനെതിരെയാണ്. ദൈവം എന്ത് വെറുക്കുന്നുവോ അതാണ് അവർ ഇപ്പോൾ ചെയ്യുന്നതും പറയുന്നതും. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവത്തിനൊരു സ്ഥാനവുമില്ല. അങ്ങനെയാണ് അവർ ദൈവത്തോടും മത്സരിക്കുന്നത്. മത്സരം ആഭിചാരദോഷം പോലെയാണ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തോടുള്ള അനുസരണക്കേടിനാണ് മത്സരം എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരുന്നാൽ നാമും മറ്റുള്ളവരെ പോലെ മത്സരികളുടെ പട്ടികയിലായിത്തീരുവാൻ സാധ്യതയുണ്ട്. മത്സര സ്വഭാവം നമ്മെ ശൂന്യതയിലേക്ക് നയിക്കുന്നു. മത്സര സ്വഭാവം നമ്മെ ധിക്കാരികളും ഗർവിഷ്ഠന്മാരുമാക്കുന്നു. മത്സര സ്വഭാവം നമ്മെ ദൈവത്തിൻ്റെ വിരോധികളും അവനെതിരെ പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കുന്നു. തുടർന്ന് നാം അരാജകത്വത്തിലേക്ക് നമുക്ക് ബോധിച്ചവണ്ണം ജീവിക്കുവാനും തുടങ്ങുന്നു. ഇസ്രായേൽ രാജാക്കന്മാർ എപ്പോഴെല്ലാം ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം രാജാക്കന്മാരും അവരുടെ പ്രജകളും ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 2-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ജാതികൾ ദൈവത്തിനും അവൻ്റെ അഭിഷിക്തനും എതിരെയാണ് കലഹിക്കുന്നത് എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, നാം ആരെ ആരാധിച്ചാലും അവർ ആരാധിക്കുന്ന വ്യക്തികളുടെ യോഗ്യത നോക്കുകയില്ല. എന്നാൽ ക്രിസ്തു തന്നെ ആരാധിക്കുന്നവർ വിശുദ്ധരാകണമെന്ന് നിർബന്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനെതിരെ ധാരാളം എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അവനെതിരെ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരാകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നതിന് സംശയമില്ല. പാപത്തിൽ മുങ്ങിത്താണ് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ എതിർപ്പ് നേരിട്ടാലും പാപം ചെയ്യാതെ ജീവിച്ച് ക്രിസ്തുവിനെ അനുരൂപരാകുന്നതാണ് നല്ലത്. കാരണം യഥാർത്ഥ സമാധാനവും സന്തോഷവും ക്രിസ്തുവിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പാരഡൈസ് ലോസ്റ്റ് എന്ന പുസ്തകത്തിൽ ജോൺ മിൽട്ടൺ പറയുന്നത് പോലെ നരകത്തിലെ രാജാവാകുന്നതിനേക്കാൾ സ്വർഗത്തിലെ സേവകനാകുന്നതാണ് നമുക്ക് നല്ലത്. ഈ ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തികളുടെയും രാജാക്കന്മാരുടെയും ഒരേ ഒരു ആഗ്രഹം ദൈവം മനുഷ്യന് ഒരുക്കിയ നിയന്ത്രണ രേഖ പൊട്ടിച്ചെറിയുക എന്നതാണ്. ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. അവൻ വിശുദ്ധനാണ്. ആകയാൽ നാമും വിശുദ്ധരാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ദൈവം സമുദ്രത്തിനും മനുഷ്യനും അതിര് വെച്ചിട്ടുണ്ട്. ഈ അതിര് ലംഘിച്ചാൽ നമുക്ക് തന്നെ നാശമായിരിക്കും ഫലം. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അതിര് ലംഘിച്ചാൽ സാത്താൻ്റെ രാജ്യത്തിലെ ഒരു അംഗമായി നാം തീരുന്നു. അപകടകരമായ ആ അവസ്ഥയിൽ ദൈവജനം എത്തിച്ചേരരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇനി പാപം ചെയ്യരുതെന്ന് കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നത്. 2-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവർ ചിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ ചിന്തിച്ചു യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ സാത്താൻ ജയിച്ചു എന്ന്. എന്നാൽ കർത്താവ് ചിരിക്കുകയായിരുന്നു. കാരണം യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ മരണത്തിന് കഴിയുകയില്ല എന്ന് സാത്താൻ അറിയില്ലായിരുന്നു. യേശു കല്ലറ ഭേദിച്ച് പുറത്തു വരിക തന്നെ ചെയ്തു. ഹിറ്റ്ലർ ചിന്തിച്ചു അവന് ലോകം മുഴുവൻ ഭരിക്കുവാൻ സാധിക്കുമെന്ന്. എന്നാൽ കർത്താവ് ചിരിക്കുകയായിരുന്നു. ഹിറ്റ്ലറിൻ്റെ അവസാനം ആത്മഹത്യയിൽ എത്തിച്ചേരുമെന്ന് കർത്താവിന് കൃത്യമായിട്ടറിയാമായിരുന്നു. അനേകം വ്യക്തികളെ ഹിറ്റ്ലറിൻ്റെ അടുക്കിലേക്ക് ദൈവം മാനസാന്തരത്തിനായി അയച്ചിട്ടുണ്ട്. മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിക്കാതെ ഒരു പാപിയും ഈ ഭൂമിയിൽ നിന്നും മാറിപ്പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ നിസ്തുല്യത നമുക്ക് കാണുവാൻ കഴിയും. പിതാവ് പറയുകയാണ്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആരെല്ലാം ദൈവം വെച്ച് അതിരെ മാറ്റുവാൻ ശ്രമിച്ചാലും അവർക്ക് നശിക്കാമെന്നല്ലാതെ ദൈവത്തിൻ്റെ പദ്ധതി മാറ്റുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ പിതാവ് മുദ്രയിട്ട് അയച്ചത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്.
ആ പദ്ധതി നിറവേറുക തന്നെ ചെയ്തു. ഇന്ന് അനേകരും ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നില്ല. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും ക്രിസ്തുവിന് ലഭിച്ചിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് അത് പറയുകയും ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് താൻ പറഞ്ഞത്. ക്രിസ്തുവിന് അധികാരം എപ്രകാരം ലഭിച്ചുവെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവന് ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരികയും ചെയ്യും. അതുപോലെ തന്നെ 22-ാം സങ്കീർത്തനം 29-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ യേശുവിന് മുമ്പാകെ കുമ്പിടേണ്ടി വരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും 22-ാം സങ്കീർത്തനം 29-ാം വാക്യവുമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. ആകയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ ക്രിസ്തുവിൻ്റെ സമാധാനവും ശാന്തതയും നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാകും. ഈ യേശുവിൻ്റെ വിളിയാണ് 2-ാം സങ്കീർത്തനം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഉള്ളത്. ഇംഗ്ലണ്ടിലെ ജോർജ് ആറാമിൻ്റെ കിരീടധാരണ ചടങ്ങിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് രാജാവിൻ്റെ തലയിൽ കിരീടം വയ്ക്കുന്നതിന് മുമ്പ് പ്രഭുസഭയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ച് ചോദിക്കും: സാർസ്, നിങ്ങളുടെ യോഗ്യനായ ജോർജ് രാജാവിനെ നിങ്ങളുടെ മുമ്പിൽ രാജകിരീടം അണിയിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ രാജാവിൻ്റെ ബഹുമാനം കൊടുപ്പാൻ റെഡിയാണോ? ഏകസ്വരത്തിൽ അവർ വിളിച്ചു പറയും: യെസ്, ഞങ്ങൾ റെഡിയാണ് എന്ന്. ഉടനെ നിശബ്ദനായി മുട്ടിന്മേൽ നിൽക്കുന്ന രാജാവിൻ്റെ തലയിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് രാജകിരീടം ചാർത്തും. 2-ാം സങ്കീർത്തനത്തിൽ രാജാവായ യേശു കർത്താവിനെ നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. മുൾക്കിരീടധാരിയായാണ് അവൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളത്. അവൻ്റെ വിളി സ്നേഹത്തോടെ സ്വീകരിച്ച് അവനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? അവനിനി വരുന്നത് രാജാതി രാജാവും കർത്താതി കർത്താവുമായാണ്. പാപികളെ ചേർക്കുവാനല്ല കർത്താവായ യേശു ക്രിസ്തു ഇനി ആകാശമേകെ വരുന്നത്. തൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിച്ച് കറയും ചുളുക്കവുമില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധരെ ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഇനി ആകാശമേഘത്തിൽ വരുന്നത്. നാം ഒരുങ്ങിയിട്ടുണ്ടോ? നിത്യതയിലേക്കുള്ള വഴിയിൽ വെച്ച് നാം നശിക്കാതിരിക്കുവാൻ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാം, അവനെ നമുക്ക് ചുംബിക്കാം. ഇന്ന് നാം അവനെ അനുസരിച്ചാൽ അന്ന് നാം അവനോട് കൂടെ വസിക്കും. ഇന്ന് നാം നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ അവരെ സന്തോഷിപ്പിച്ച ക്രിസ്തുവിനെ മറച്ചു പിടിച്ചാൽ ഒരു ദിവസം നാം പോലും അറിയാതെ ക്രിസ്തുവിൽ നിന്നും നാം അകന്നു പോകുവാൻ സാധ്യതയുണ്ട്. മുഴുലോകത്തെക്കാൾ വിലയുള്ള നമ്മുടെ ആത്മാവാണ്. 120 വർഷക്കാലം 120 വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരത്തെക്കാൾ വിലയുള്ളതെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നിത്യനരകത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ സ്വന്തം ജീവനെ തന്ന് നമ്മുടെ പാപം പോക്കുകയും സ്വന്തം ആത്മാവിനെ തന്നുകൊണ്ട് നമ്മെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്ത ആ കർത്താവായ യേശു ക്രിസ്തുവിനെ എല്ലാവരുടെയും മുമ്പിൽ ഉയർത്തിക്കാട്ടുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നാം അവനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്, നാം അവനെ ചുംബിക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ പാപത്തിൽ തള്ളിയിട്ടുകൊണ്ട് നിത്യനരകത്തിൽ വീഴ്ത്തുവാൻ ഉന്നം പിടിച്ച് നടക്കുന്ന സാത്താന്യ ശക്തികളെയും ദുഷ്ടനെയും ജയിച്ചുകൊണ്ട് യേശുവിനോട് കൂടെ നമുക്ക് ജീവിക്കാം. നാശത്തിൻ്റെ പാത വീതിയുള്ളതാണെങ്കിലും അതുവഴി പോയി നശിക്കാതിരിക്കുവാൻ ക്രിസ്തുവിൻ്റെ ഇടുങ്ങിയ പാതയിൽ കൂടി നമുക്ക് മുന്നേറാം. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നിർമ്മല കൽപ്പനകൾ, നിർമ്മല വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ ജ്യോതിഷികളെ പോലെ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും
അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് സാമ്പത്തികമായ വഴിയും വാതിലും തുറന്നു കൊടുക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണമേ. അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാതക്കവണ്ണം അവരുടെ ഹൃദയ കണ്ണുകളൊക്കെ തുറക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.